ഹായ് ഫ്രണ്ട്സ്, സുനൂസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചെടിച്ചട്ടി നട്ട തക്കാളി തൈ നട്ടായിരുന്നു. അത് ഏകദേശം ഇത്രയായിട്ടുണ്ട്. അതിന് കമ്പ് കുത്തി കൊടുത്തു. അത് ഈടിയുടെ സൈഡിലോട്ട് മാറ്റി നട്ടു. നട്ട സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ചെടിച്ചട്ടിയിൽ തക്കാളി തൈക്ക് ഏറ്റവും കൂടുതലും വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അതൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ തന്നെ പടവലം നട്ടതാണ്. പച്ചമുളക് ഉണ്ടാക്കി കിടക്കുന്നതല്ല, അത് നേരത്തെ നട്ടതാണ്. ഇത് കഴിഞ്ഞിടയ്ക്ക് നട്ടതാണ് പടവലം. അത് വീട്ടിൽ മേടിച്ച് പച്ചക്കറിയിൽ നിന്ന് ഞാൻ അരി പാകിയതാണ്. എന്തായാലും അത് കയറി വരുന്നുണ്ട്. ഒരു സൈഡിൽ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. ജൂൺ മാസത്തിൽ നമ്മൾ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് 2-3 കമ്പ് മുറിച്ച് ഞാൻ മണ്ണിൽ നട്ടതാണ്. അത് ഏകദേശം നല്ലതായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് മഴ സമയത്ത് നമ്മൾ പറിച്ച് അതിൻ്റെ മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പോൾ കിളിക്കാനും നല്ലത് മഴ സമയത്ത് നടുന്നതാണ്. കാരണം ഞാൻ 2 വർഷം അങ്ങനെ അടുപ്പിച്ച് അങ്ങനെ നട്ടിട്ടുണ്ട്. അത് കിളിക്കുകയും ചെയ്തിട്ടുണ്ട്. വളമായിട്ട് ചാണകപ്പൊടിയാണ് കൂടാറുള്ളത്. പിന്നെ ചെടിച്ചട്ടിയിൽ വെണ്ടത്തൈ ഉണ്ട്. വെണ്ടത്തൈ 2 സൈസ് മുളക് തൈ ഉണ്ട്. അതെല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ. അന്ന് നട്ടതാണ്. ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതി, കൂട്ടുകാരെ എല്ലാം കാണിക്കാമെന്ന് കരുതി. ചട്ടികളിലുള്ളതെന്ന് പറഞ്ഞാൽ വെണ്ടത്തൈ അന്ന് നട്ടതാണ്. അന്ന് നട്ടത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത് പച്ചമുളകാണ്, നാടൻ പച്ചമുളക്. നേരത്തെ 2-3 വർഷം മുന്നേ എനിക്കിതുപോലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സമയത്ത് നട്ടത്. അതിൻ്റെ അരി പാകി വേറെ കിളിപ്പിച്ച തൈകളാണിത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നാടൻ പച്ചമുളകാണെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ്. നിറയെ പൂ വന്നിട്ടുണ്ട്. അതിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കണം. അന്നേരം നിറയെ പൂക്കളുണ്ടാവും. ഈ രീതിയിലാണ് വീട്ടിൽ കൃഷി. പിന്നെ ഉള്ള സമയം കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളാണ്. ഇത് നേരത്തെ ഇടി സൈഡിലോട്ട് ഞാൻ കുരുമുളക് വള്ളി പടത്തി കൊടുത്തതാണ്. അതാണ് ആദ്യം നട്ട കുരുമുളക്. ഇതിൽ ഈ വർഷം നമുക്ക് 1 കിലോയോളം കുരുമുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പയർ 2-3 മൂട് പയർ ഇട്ടിട്ടുണ്ട്. അതിൽ 2-3 മൂട് ഇട്ടതിൽ ഇത് മാത്രമാണ് ഇപ്പം കിട്ടിയത്. മറ്റതെല്ലാം വാടിപ്പോയി. ഈ 2 മൂട് പയറുണ്ട്. അതിലൊരു പാവലും നട്ടിട്ടുണ്ടായിരുന്നു. ആ 3 പേരും നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. ഇത് പച്ചമുളകാണ്. ഇത് പടവലം നട്ടതാണ്. ഒരുക്കി കൊടുത്തു. ഈ കവറിൽ ഒരു പടവലം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാവേ. താഴെയായിട്ട് പച്ചമുളകും നിൽപ്പുണ്ട്. കണ്ടോ, ഉണ്ടായി കിടക്കുന്നത്. ഇതാണ് നാടൻ പച്ചമുളക്. നല്ല എരിവുള്ളെന്ന് പറഞ്ഞേ. കണ്ടോ, എൻ്റെ ഈ കവർ ഞാൻ കെട്ടിയതാണ്. അല്ലെങ്കിൽ കീടത്തിൻ്റെ ശല്യം ഭയങ്കരമാണ്. അതിന് ഞാനൊരു ചെറിയൊരു കവർ കെട്ടിക്കൊടുത്തതാണ്. ആദ്യമായിട്ടുണ്ടായതാണ്. കണ്ടോ, അപ്പം ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. എന്നാൽ ഇനിയും നമുക്കതിന് കവർ കെട്ടി അങ്ങ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ കീടങ്ങൾ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, നമ്മൾ നട്ട് അതിലൊരു കായ ഉണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കൃഷിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം അടുക്കള തോട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു കൃഷി, നമുക്ക് അത്യാവശ്യം വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാം എന്ന് കരുതിയാണ്. ഇത് കോവലാണ്. കോവല് കമ്പ് വെച്ചത് പടത്തി വിട്ടിട്ടുണ്ട്. സൈഡിൽ പടവലും ഒരു സൈഡിൽ കോവലും പടത്തി കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് പച്ചക്കറികൾ കിട്ടുമല്ലോ. കൂടുതലായിട്ട് പടത്തി കൊടുത്തിട്ടുണ്ട്. ഇത് വഴുതനയാണ്. താഴെ ആ സൈഡിൽ തന്നെ നിലത്ത് നട്ടിരിക്കുകയാണ്. അത് സൈഡിലെല്ലാം പുഴു കയറി തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ആ ഇലയെല്ലാം പറിച്ചു കളഞ്ഞു. ഇത് പുതിയതായിട്ട് അതിൽ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേറൊന്നിൽ കായായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇതുപോലെ മുറ്റത്ത് തന്നെയാണ് ഞാനിത് നട്ടേക്കുന്നത്. മുറ്റത്ത് ഒരു സൈഡിൽ പുറകിലായിട്ട് നട്ടിരിക്കുകയാണ്. പുറകിൽ തന്നെ ചെറിയ ഒരു പന്തലിട്ട് കൊടുത്ത് വെള്ളോട്ട് കയറത്തക്ക വിധത്തിൽ
വള്ളി കെട്ടിക്കൊടുത്തു. ആ വള്ളിയിൽ കൂടെ പന്തലിലോട്ട് കയറിക്കോളും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരു ചെടി പഴയ ഒരു മൂട് പയർ ചെടിയാണ്. അതിൽ 3-4 പയറുണ്ടായിട്ടുണ്ട്. പയർ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സൈഡിൽ കോവലും പയറും പടവലും നട്ടിരിക്കുകയാണ്. ഇത് പാവലാണ്. പാവൽ നട്ടത് കയറി വരുന്നുണ്ട്. വള്ളി വീശി തുടങ്ങി. ഒരു ചാക്കിൻ്റെ അകത്താണ് ഞാൻ ഈ പച്ചക്കറി കൃഷിയെല്ലാം ചെയ്യുന്നത്. ചാക്കിൻ്റെ അകത്ത് കരിയില, മണ്ണ് മിക്സ് ചെയ്ത്, വളവും മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.